ഹലോ ഡിയർ ഫ്രണ്ട്സ്, കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും പരിശോധിക്കുന്നതിനുള്ള കുറച്ച് എക്സർസൈസുകളാണ്. ഞാൻ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായി 10th പ്രിലിംസിന് വേണ്ടി ഈ ടോപ്പിക് എടുക്കുന്നുണ്ട്. ജാനുവരി 11, 25, ഫെബ്രുവരി 8 എന്നീ തീയതികളിൽ ഇനി ഈ പരീക്ഷ നടത്താനുണ്ട്. ഒരു സെക്ഷൻ കഴിഞ്ഞു പരീക്ഷ. അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ക്ലാസ് നല്ലതുപോലെ ശ്രദ്ധിച്ചു പഠിച്ചാൽ നിങ്ങൾക്ക് എല്ലാ PSC പരീക്ഷകളിലും ചോദിക്കുന്ന ലാസ്റ്റ് 20 ക്വസ്റ്റ്യൻസിന് കറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റും. ഈ മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയിലും തന്നെ പല ടോപ്പിക്കുണ്ട്. അതിൽ ഗണിത ചിഹ്നങ്ങളാണ് ഞാൻ എടുക്കുന്നത്. ഗണിത ചിഹ്നത്തിൻ്റെ കുറച്ച് പ്രാക്ടീസ് ടെസ്റ്റുകളാണ് ഇന്ന് ഞാൻ ചെയ്യിക്കാൻ പോകുന്നത്. ശ്രദ്ധയോടെ ഒരു പേപ്പറും പേനയും എടുത്ത് വെച്ച് ശ്രദ്ധയോടെ ചെയ്ത് പഠിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 1 നമ്മൾക്ക് നോക്കാം. പ്ലസ് എന്നാൽ മൈനസ്, മൈനസ് എന്നാൽ മൾട്ടിപ്ലിക്കേഷൻ, മൾട്ടിപ്ലിക്കേഷൻ എന്നാൽ ഡിവിഷൻ, ഡിവിഷൻ എന്നാൽ അഡിഷൻ എങ്കിൽ 15 × 5 ഡിവൈഡഡ് ബൈ 10 + 5 - 3യുടെ വില എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഈ ഗണിത ചിഹ്നങ്ങളിൽ ഒരു ചിഹ്നത്തിന് പകരം വേറൊരു ചിഹ്നം കൊടുത്തിരിക്കും. ആ ചിഹ്നം ഇട്ട് നമ്മൾ ഓരോ കാൽക്കുലേഷനും ചെയ്യുമ്പോൾ എന്താണ് ആൻസർ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യനിൽ അഡീഷന് പകരം സബ്ട്രാക്ഷനും, സബ്ട്രാക്ഷന് പകരം മൾട്ടിപ്ലിക്കേഷനും, മൾട്ടിപ്ലിക്കേഷന് പകരം ഡിവിഷനും, ഡിവിഷന് പകരം അഡിഷനുമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ക്വസ്റ്റ്യൻ അതുപോലെ ആദ്യം എഴുതുക. 15 × 5 ഡിവൈഡഡ് ബൈ 10 + 5 - 3. ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നമ്മളുടെ പുതിയ ഏത് ചിഹ്നങ്ങൾ കൊണ്ടാണോ റീപ്ലേസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ആ ചിഹ്നങ്ങൾ അടുത്ത സെൻറ്റൻസായിട്ട് കൊടുക്കണം. അപ്പോൾ 15 ഡിവൈഡഡ് ബൈ 5 + 10 - 5 × 3 എന്ന് കിട്ടും. ഇത് മൾട്ടിപ്ലിക്കേഷന് പകരം ഡിവിഷനായി, ഡിവിഷന് പകരം അഡീഷനായി, അഡീഷന് പകരം സബ്ട്രാക്ഷനായി, സബ്ട്രാക്ഷന് പകരം മൾട്ടിപ്ലിക്കേഷനായി. അപ്പോൾ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 15 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുന്നത് 3 ആണ്. ബോഡ്മാസ് റൂൾ വെച്ച് തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നെ +10 - 5 × 3 എന്ന് പറഞ്ഞാൽ -15 ആണ്. അപ്പോൾ 3 + 10 - 15 എന്ന് കിട്ടും. 3 + 10 - 15 എന്ന് പറയുമ്പോൾ 10 - 15 എന്ന് പറയുമ്പോൾ -5 ആണ്. 3 - 5 എന്ന് പറയുമ്പോൾ 2 ആണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A എന്നാൽ പ്ലസ്, B എന്നാൽ മൈനസ്, C എന്നാൽ മൾട്ടിപ്ലിക്കേഷൻ എങ്കിൽ 10C 4A 4C 4B 6 എത്ര എന്നതാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ നമ്മൾക്ക് ABCDക്ക് പകരം നമ്മൾ ഗണിത ചിഹ്നങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ 10C 4A 4C 4B 6 അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 10Cക്ക് പകരം ഇൻറ്റു 10 × 4ന് 4 തന്നെയാണ്, Aക്ക് പ്ലസ്, പിന്നെയും 4ന് പകരം 4 തന്നെയാണ്, പിന്നെ Cക്ക് മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ 4ന് പകരം 4 തന്നെയാണ്, Bക്ക് മൈനസ് സൈൻ 6. അപ്പോൾ 10 × 4 + 4 × 4 - 6 എന്ന് കിട്ടും. ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 × 4 നമ്മൾക്ക് 40 എന്ന് കിട്ടും. എന്നിട്ട് 4 × 4 നമ്മൾക്ക് 16 എന്ന് കിട്ടും. ആ 16 - 6 എന്ന് പറയുന്നത് 50 ആണ്. അപ്പോൾ 40 + 16 - 6 10 ആണല്ലോ. അപ്പോൾ 40 + 10 എന്ന് പറയുന്നത് 50 ആണ്. 50 ആണ് നമ്മളുടെ ആൻസർ. നമ്മൾക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന വാക്യം ശരിയാക്കാൻ ഏത് ചിഹ്നങ്ങൾ പരസ്പരം മാറ്റണം? ഇത് നമ്മൾ ഓരോന്നായിട്ട് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമ്മൾക്ക് അറിയാൻ പറ്റുകയുള്ളൂ. 25 ഡിവൈഡഡ് ബൈ 5 + 17 × 2 - 6 = 10 എന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾക്ക് ഈ വാക്യത്തിന് 10 എന്ന ആൻസർ കിട്ടണം. അതിന് ഇതിൽ ഏതെല്ലാം ചിഹ്നങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാലാണ്, ഏതെല്ലാം ചിഹ്നങ്ങൾ പരസ്പരം മാറ്റിയാലാണ് നമ്മൾക്കിത് ഈ ആൻസർ 10 കിട്ടുന്നതെന്ന് നോക്കണം.
അപ്പോൾ നമ്മൾ ഇതിൽ ഓപ്ഷൻ എയിൽ തന്നിരിക്കുന്ന ഡിവിഷനും മൈനസും നോക്കണം, പ്ലസും മൈനസും നോക്കണം, ഇൻറ്റുവും മൈനസും നോക്കണം, ഡിവിഷനും പ്ലസും നോക്കണം. ഇതിൽ ഓരോന്നും ചെയ്ത് നോക്കിയാൽ മാത്രമേ നമ്മൾക്ക് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി, സ്പീഡിന് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമ്മൾക്ക് ഇത് ആൻസർ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഇവിടെ നമ്മളുടെ ആൻസർ ഓപ്ഷൻ സിയിലുള്ളതാണ്. മൾട്ടിപ്ലിക്കേഷനും സബ്ട്രാക്ഷനുമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും റീപ്ലേസ് ചെയ്തിരിക്കുന്നത്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇൻറ്റുവിൻ്റെ സ്ഥാനത്ത് നെഗറ്റീവും നെഗറ്റീവിൻ്റെ സ്ഥാനത്ത് ഇൻറ്റുവും. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് മാറ്റി എഴുതാം. 25 ഡിവൈഡഡ് ബൈ 5 പ്ലസ് 17 ഇൻറ്റു 2 മൈനസ് 6 എന്നുള്ളത് മാറി -2 ഇൻറ്റു 6 എന്നാകും. അപ്പോൾ 25 ഡിവൈഡഡ് ബൈ 5 പ്ലസ് 17 മൈനസ് 2 ഇൻറ്റു 6. അപ്പോൾ നമ്മൾക്ക് 25 ഡിവൈഡഡ് ബൈ 5 എന്നുള്ളത് 5 എന്ന് കിട്ടും, പ്ലസ് 17 മൈനസ് 2 ഇൻറ്റു 6 12 എന്ന് കിട്ടും. അപ്പോൾ 5 പ്ലസ് 17 മൈനസ് 12 ഇസ് ഈക്വൽ ടു 10. അതാണ് നമ്മളുടെ ആൻസർ. നമ്മൾക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൈനസ് എന്നാൽ ഡിവിഷൻ, പ്ലസ് എന്നാൽ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എന്നാൽ മൈനസ്, ഇൻറ്റു എന്നാൽ പ്ലസ് എന്നുമാണെങ്കിൽ താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ശരിയായ പ്രസ്താവന ഏത് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. 4 പ്രസ്താവന തന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഓരോ സൈനും മാറ്റി നമ്മൾ നോക്കി അതിൽ ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത് എന്ന് നോക്കിയാൽ മാത്രമേ നമ്മൾക്കിത് കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ ഡിവിഷന് പകരം മൈനസ് വരണം, അഡീഷന് പകരം മൾട്ടിപ്ലിക്കേഷൻ വരണം. അതെല്ലാം നമ്മളിത് ഓരോന്നായിട്ട് നോക്കണം, ഓരോ സ്റ്റേറ്റ്മെൻറ്റും. അപ്പോൾ നമ്മൾക്ക് എ മുതൽ തുടങ്ങാം. അപ്പോൾ എ എന്ന് പറയുന്നത് 6 ഡിവൈഡഡ് ബൈ 20 ഇൻറ്റു 12 പ്ലസ് 7 മൈനസ് 1 ഇസ് ഈക്വൽ ടു 70 എന്നതാണ്. അപ്പോൾ നമ്മൾക്ക് അടുത്ത ചിഹ്നം മാറ്റാം. 6 ഡിവിഷന് പകരം മൈനസ് ആണല്ലോ, അപ്പോൾ 6 മൈനസ് 20, മൾട്ടിപ്ലിക്കേഷന് പകരം അഡീഷൻ ആണല്ലോ, അപ്പോൾ പ്ലസ് 12. അടുത്ത അഡീഷന് പകരം മൾട്ടിപ്ലിക്കേഷനാണ്, അപ്പോൾ ഇൻറ്റു 7, മൈനസിന് പകരം ഡിവിഷനാണ്, അപ്പോൾ ഡിവൈഡഡ് ബൈ 1 ഇസ് ഈക്വൽ ടു 70. നമ്മളിത് ചെയ്ത് നോക്കുമ്പോൾ 6 മൈനസ് 20 എന്ന് പറഞ്ഞാൽ മൈനസ് 14 ആണ്, പ്ലസ് 12 ഇൻറ്റു 7 84. അപ്പോൾ 84 ഡിവൈഡഡ് ബൈ 1, 7 ഡിവൈഡഡ് ബൈ 1 പറഞ്ഞാൽ 7 തന്നെയാണ്. അപ്പോൾ 12 ഇൻറ്റു 7 84. മൈനസ് 14ഉം പ്ലസ് 84ഉം വരുമ്പോൾ 70 എന്ന് വരും. അപ്പോൾ നമ്മളുടെ ആൻസർ കറക്റ്റാണ്. അപ്പോൾ നമ്മളുടെ ഓപ്ഷൻ എ ആണ് നമ്മളുടെ ആൻസർ. ഓപ്ഷൻ എ കിട്ടാതെ വരികയാണെങ്കിൽ ഓപ്ഷൻ ബി സി ഒക്കെ നമ്മൾ ചെയ്ത് നോക്കേണ്ടി വരും. ഇപ്പോൾ നമ്മളുടെ ഓപ്ഷൻ എ തന്നെയാണ് നമ്മളുടെ കറക്റ്റ് ആൻസർ, തന്നെയാണ് ഓപ്ഷൻ എ. നമ്മൾക്ക് അടുത്ത് 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ എന്നാൽ പ്ലസ്, ബി എന്നാൽ നെഗറ്റീവ്, സി എന്നാൽ മൾട്ടിപ്ലിക്കേഷൻ എന്നുമായാൽ 10C4 എ 4C4 ബി 16 എത്ര എന്നതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എ ബി സിക്ക് പകരം നമ്മൾ ചിഹ്നം മാറ്റിയിടണം, എന്നിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എഴുതാം. 10C4 അതൊരു പാരന്തീസിസിനകത്താണ് എ, പിന്നെ ഒരു പാരന്തീസിസിനകത്ത് 4CB ബ്രാക്കറ്റിന് പുറത്ത് ബി, ഇവിടെ 4CB അല്ല 4C4 ആണ് വരേണ്ടത്. 4C4 ബി 16. അപ്പോൾ നമ്മളുടെ ആൻസർ 10, സിക്ക് പകരം ഇൻറ്റു 10 ഇൻറ്റു 4, എക്ക് പകരം പ്ലസ്, അടുത്ത് 4 ഇൻറ്റു 4 സിക്ക് പകരം ഇൻറ്റു, അപ്പോൾ 4 ഇൻറ്റു 4, ബിക്ക് പകരം മൈനസ് 16. അപ്പോൾ എത്ര വരും? 10 ഇൻറ്റു 4 40 പ്ലസ് 4 ഇൻറ്റു 6 എത്ര? 16 മൈനസ് 16 ഇസ് ഈക്വൽ ടു എത്ര വരും? 40 പ്ലസ് 16 56 ആണ്. 56 മൈനസ് 16 നമ്മൾക്ക് 40 എന്ന് ആൻസർ വരും. 40 ആണ് നമ്മളുടെ ആൻസർ. നമ്മൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 6th ക്വസ്റ്റ്യൻ. ഇൻറ്റു എന്നത് നെഗറ്റീവും പ്ലസ് എന്നത് ഡിവിഷൻ എന്നത് പ്ലസും ആയാൽ
നെഗറ്റീവ് എന്നത് ഇൻറ്റുവും ആയി മാറ്റി എഴുതിയാൽ താഴെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. ഇൻറ്റു എന്നത് നെഗറ്റീവ് സൈനും പ്ലസ് എന്നത് ഡിവിഷനും ഡിവിഷൻ എന്നത് പോസിറ്റീവും നെഗറ്റീവ് എന്നത് മൾട്ടിപ്ലിക്കേഷനും ആയി മാറ്റി എഴുതിയാൽ താഴെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവന ഏത് എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ പ്രസ്താവന 4 പ്രസ്താവന തന്നിട്ടുണ്ട്. ഇത് നേരത്തെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്. നമ്മൾ ആദ്യം ചിഹ്നങ്ങൾ സൈൻ മാറ്റിയിടണം. നമ്മൾക്ക് ആദ്യം ക്വസ്റ്റ്യൻ അതുപോലെ എഴുതാം. ഇതിൽ നമ്മൾക്ക് ചിഹ്നം മാറ്റിയിടുന്ന ക്വസ്റ്റ്യൻ അതുപോലെ എഴുതി ഓരോന്നിലും നമ്മൾ ചിഹ്നം മാറ്റി മാറ്റി ഇട്ട് നോക്കണം. അപ്പോൾ നമ്മൾ എക്ക് ചിഹ്നം മാറ്റി മാറ്റി ഇടുമ്പോൾ നമ്മൾക്ക് 6 ആൻസർ കിട്ടില്ല. അപ്പോൾ നമ്മൾ ബിക്ക് ചിഹ്നങ്ങൾ മാറ്റി മാറ്റി ഇട്ട് നോക്കി. അപ്പോൾ ബി നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾക്ക് ആൻസർ കിട്ടും. അതുകൊണ്ട് നമ്മളുടെ ആൻസർ ബി ആണ്. ബി ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണാം. 8 ഡിവൈഡഡ് ബൈ 10 മൈനസ് 3 ഇൻറ്റു 5 ഇൻറ്റു 6 ആണ് നമ്മളുടെ ബി സ്റ്റേറ്റ്മെൻറ്റ്. അതിന് നമ്മൾ ചിഹ്നം മാറ്റുമ്പോൾ ഡിവിഷന് പകരം പ്ലസ് ആകും. അപ്പോൾ 8 + 10 നെഗറ്റീവിന് പകരം ഇൻറ്റു ആകും. അപ്പോൾ ഇൻറ്റു 3 ഇൻറ്റുവിന് പകരം ഡിവിഷൻ ആകും. അപ്പോൾ ഡിവൈഡഡ് ബൈ 5 മൾട്ടിപ്ലിക്കേഷൻ ഇൻറ്റുവിന് പകരം നെഗറ്റീവ് ആകും. അപ്പോൾ -6. അപ്പോൾ നമ്മൾക്ക് 8 + 10 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 5 -6 എന്ന് കിട്ടും. അപ്പോൾ 10 ഇൻറ്റു 3 30 30 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുമ്പോൾ 6 തന്നെയാണ്. അപ്പോൾ 8 + 6 -6 എന്ന് കിട്ടും. 8 + 6 -6 എന്ന് പറയുമ്പോൾ 8 തന്നെയാണ്. അപ്പോൾ നമ്മളുടെ ആൻസർ 8 എന്ന് തന്നെയാണ്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. PA പ്ലസ് എന്നും ക്യൂവിനെ നെഗറ്റീവ് എന്നും ആറിനെ മൾട്ടിപ്ലിക്കേഷൻ എന്നും എസിനെ ഡിവിഷൻ എന്നും മാറ്റി എഴുതിയാൽ താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ആ 4 പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ PQRSനെ സൈൻ കൊണ്ട് മാറ്റി എഴുതുക. നമ്മൾ ABCD ഓരോ സ്റ്റേറ്റ്മെൻറ്റും ചെയ്ത് നോക്കണം. അപ്പോൾ ഇവിടെ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾക്ക് ഡി സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് ആൻസറായി കിട്ടുന്നത്. എന്ന് വെച്ചാൽ 8R 8P 8S 8Q 8 എന്ന് പറയുന്നതാണ് 57. അപ്പോൾ നമ്മളത് ചിഹ്നം മാറ്റി ചെയ്ത് നോക്കാം. 8 ആറിന് ഇൻറ്റു 8 ഇൻറ്റു 8 പിക്ക് പ്ലസ് 8 എസിന് ഡിവിഷൻ ഡിവൈഡഡ് ബൈ 8 ക്യൂവിന് -8 is equal to 57 എന്ന് നമ്മൾക്ക് കിട്ടണം. അപ്പോൾ നമ്മൾ 64 8 ഇൻറ്റു 8 64 പ്ലസ് 8 ഡിവൈഡഡ് ബൈ 8 1 64 പ്ലസ് 1 -8 എന്ന് കിട്ടും. is equal to 57. അപ്പോൾ 64 - 7 എന്ന് നമുക്ക് കിട്ടും. 64 - 7 എത്രയാണ്? 57. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഡി ആണ് ഇവിടെ കറക്റ്റായി വരുന്നത്. നമ്മൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്ന വാക്യങ്ങളിൽ പ്ലസ് മൈനസ് എന്നിവയും 8 7 എന്നീ സംഖ്യകളും പരസ്പരം മാറ്റിയാൽ ശരിയായ വാക്യം ഏത് എന്നതാണ്. ഇവിടെ പ്ലസ് മൈനസ് 8 7 ഇത് 4 അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനുള്ളത്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഈ 4 സ്റ്റേറ്റ്മെൻറ്റിലും നമ്മൾ മാറ്റിയിട്ട് നോക്കണം. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾക്ക് ആൻസർ ഓപ്ഷൻ സി ആണ് നമ്മൾക്ക് കറക്റ്റ് ആൻസറായി വരുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾക്ക് നോക്കാം. 6 + 8 ഇൻറ്റു 2 - 7 = 0 എന്നാണ് സ്റ്റേറ്റ്മെൻറ്റ്. അതിൽ നമ്മൾ ചിഹ്നം മാറ്റുമ്പോൾ 6 പ്ലസും മൈനസും മാറ്റണമല്ലോ. അപ്പോൾ 6 മൈനസ് 8ന് 7 8ഉം 7ഉം മാറ്റണമല്ലോ. അപ്പോൾ 8ന് 7 ഇൻറ്റു 2 അടുത്ത് മൈനസിന് പകരം പ്ലസ് ആയി പ്ലസ് 7ന് പകരം 8 ആയി. അപ്പോൾ 6 - 7 ഇൻറ്റു 2 + 8 = 0 എന്ന് കിട്ടും. അപ്പോൾ 6 - 7 ഇൻറ്റു 2 എത്രയാണ്? 14. 6 - 14 + 8 അപ്പോൾ നമ്മൾക്ക് എത്ര കിട്ടും? 14 - 14 = 0 എന്ന് കിട്ടും.
14 മൈനസ് 14 കിട്ടിയതെന്ന് വെച്ചാൽ 8 6ആയിട്ട് കൂട്ടുമ്പോഴുള്ള 14ഉം മൈനസ് 14ഉം അതാണ് 14 മൈനസ് 14 എന്ന് എഴുതിയിരിക്കുന്നത്. 14 മൈനസ് 14 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് സി ആണ് നമ്മളുടെ ആൻസർ. നമ്മൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 9ാമത്തെ ക്വസ്റ്റ്യനിൽ ടി ഇസ് ഈക്വൽ ടു ഇൻറ്റു യു ഇസ് ഈക്വൽ ടു നെഗറ്റീവ് വി ഇസ് ഈക്വൽ ടു ഡിവിഷൻ W is equal to പ്ലസ് എങ്കിൽ 50 V2 W 28 T4 എത്ര എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് നോക്കുമ്പോൾ നമ്മൾ ഓരോന്നിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ 50 വി എന്ന് പറഞ്ഞാൽ എന്തോന്നാണ് നെഗറ്റീവ്. അപ്പോൾ വി എന്ന് പറഞ്ഞാൽ ഡിവിഷൻ. 50 ഡിവൈഡഡ് ബൈ 2 W എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്. പ്ലസ് 28 ടി എന്ന് പറഞ്ഞാൽ ഇൻറ്റു 28 ഇൻറ്റു 4. 50 ഡിവൈഡഡ് ബൈ 2 ആ പാരൻറ്റീസസിനകത്തുള്ളത് അതുപോലെ പാരൻറ്റീസസ് ബ്രാക്കറ്റിനകത്ത് തന്നെ ഇടണം. 50 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 28 ഇൻറ്റു 4. അപ്പോൾ എത്ര ആൻസർ കിട്ടും? 25 പ്ലസ് 112. 50 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? 25. 28 ഇൻറ്റു 4 എത്രയാണ്? 112. അപ്പോൾ രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 137. അപ്പോൾ നമ്മളുടെ ആൻസർ ഇവിടെ 137 ആണ്. നമ്മൾക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻറ്റു ഇസ് ഈക്വൽ ടു മൈനസ്, മൈനസ് ഇസ് ഈക്വൽ ടു ഇൻറ്റു, പ്ലസ് ഇസ് ഈക്വൽ ടു ഡിവിഷൻ, ഡിവിഷൻ ഇസ് ഈക്വൽ ടു പ്ലസ് എങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. 15 മൈനസ് 10 ഡിവൈഡഡ് ബൈ 130 പ്ലസ് 10 ഇൻറ്റു 50 എത്ര എന്നതാണ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 15 മൈനസ് 10 ഡിവൈഡഡ് ബൈ 130 പ്ലസ് 10 ഇൻറ്റു 50 നമ്മൾ ചിഹ്നം മാറ്റിയിടും. നെഗറ്റീവിൻ്റെ സ്ഥാനത്ത് മൾട്ടിപ്ലിക്കേഷൻ വരും. അപ്പോൾ 15 ഇൻറ്റു 10. ഡിവിഷൻ്റെ സ്ഥാനത്ത് അഡിഷൻ വരും. അപ്പോൾ പ്ലസ് 130. പ്ലസിൻ്റെ സ്ഥാനത്ത് ഡിവിഷൻ വരും. അപ്പോൾ ഡിവൈഡഡ് ബൈ 10. മൾട്ടിപ്ലിക്കേഷൻ്റെ സ്ഥാനത്ത് സബ്ട്രാക്ഷൻ വരും, നെഗറ്റീവ് മൈനസ് വരും. അപ്പോൾ മൈനസ് 50. 15 ഇൻറ്റു പാരൻറ്റീസസ് ഒക്കെ അതുപോലെ തന്നെ ഇടണം. 15 ഇൻറ്റു 10 പ്ലസ് 130 ഡിവൈഡഡ് ബൈ 10 മൈനസ് 50 എന്ന് കിട്ടും ചിഹ്നം മാറുമ്പോൾ. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 15 ഇൻറ്റു 10 എത്രയാണ്? 150. പ്ലസ് ബോഡ്മാസ് റൂൾ ഓർത്തോളണം. 130 ഡിവൈഡഡ് ബൈ 10 എത്രയാണ്? 13 മൈനസ് 50 എന്ന് കിട്ടും. 150 പ്ലസ് 13 മൈനസ് 50 എന്ന് കിട്ടും. അപ്പോൾ എത്രയാണ് ആൻസർ? 163 മൈനസ് 50 ഇസ് ഈക്വൽ ടു 113 എന്ന് നമ്മൾക്ക് ആൻസർ കിട്ടും. ഇത്രയും ഞാൻ പറഞ്ഞത് മുഴുവനും നിങ്ങൾക്ക് ചെയ്തത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ റിപ്പീറ്റായി ഇത് ചെയ്യണം. എൻ്റെ ഈ ചാനൽ ഞാൻ ഇതിനു മുൻപ് ഒത്തിരി വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് 10th ലെവൽ എക്സാമിനും സെക്രട്ടറി അസിസ്റ്റൻ്റ് എക്സാമിനും LD ക്ലർക്കിനും എല്ലാം നല്ല ഉപയോഗപ്രദമായിട്ടുള്ളതാണ്. അവസാനത്തെ 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഇത് ഈ ടോപ്പിക്കിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫുൾ വാച്ച് ചെയ്ത് നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുക. താങ്ക് യു.